വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു ഗ്രാജുവേഷൻ സെറിമണീൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നല്ല തിരക്കായിരുന്നു, ഇന്നലെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പം ഇന്നലെ തിരക്കായതുകൊണ്ട് എനിക്കൊരു ഇൻട്രോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു. മിന്നുക്കുട്ടിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇച്ചു കുടിച്ചോ? മിന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാജുവേഷൻ? പറ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമായിരുന്നു. പിന്നെ 7:30 തൊട്ടിട്ട് 9 o'clock വരെ ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴാണ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ് കേൾക്കുന്നത് തന്നെ. പക്ഷേ ഇപ്പോഴൊക്കെ സ്കൂളുകളിൽ നമ്മൾ കിൻഡർ ഗാർഡൻ കഴിയുമ്പോൾ, അതായത് LKG UKG കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗ്രാജുവേഷൻ സെറിമണി ഉണ്ട്. കുട്ടികളൊന്ന് പ്രോത്സാഹിപ്പിക്കാനും പിന്നെ അവർക്കൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്, സ്റ്റേജിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഈ ഒരു സംഭവം വാങ്ങുക എന്നുള്ളത്. അതുതന്നെയാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പം മിനുമോക്ക് ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നു. കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയി. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എൻ്റെ നൈറ്റ് ഡ്യൂട്ടിൻ്റെ ടൈമിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആരോടും ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റിയില്ല. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ടൈം നിന്ന എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ 2 ഫ്രണ്ട്സിനും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം അവരില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ പ്രോഗ്രാമിൻ്റെ ടൈം ഷെഡ്യൂൾ മാറ്റിയത്. ശരിക്കും രാവിലെയാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു 10:30 ആ ഒരു ടൈമിലൊക്കെ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര വെയിൽ കാരണം കുട്ടികൾക്ക് ടയേർഡാവും എന്ന് പറഞ്ഞിട്ട് രാത്രിയിലേക്ക് മാറ്റി. അതെനിക്ക് ശരിക്കും ഭയങ്കര ഒരു തിരിച്ചടിയായി. കാരണം നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പോവാതിരിക്കാനും പറ്റില്ല, ലീവ് എടുക്കാനും പറ്റില്ല. എന്നാലാണെങ്കിൽ നമുക്ക് പകരം ഒരാൾ നിൽക്കുകയും വേണം. നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മനസ്സ് കാണിച്ച എൻ്റെ 2 ഫ്രണ്ട്സിനും എന്തായാലും ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം പറയാതിരിക്കാൻ പറ്റില്ല, അവരെ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയതും മോൾ ആ ഒരു ഹാപ്പിനെസ്സിൽ പങ്കുചേരാൻ പറ്റിയതും. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നല്ല കളർഫുൾ പ്രോഗ്രാംസ് ആയിരുന്നല്ലേ മിന്നു? പറ. നല്ല രസമല്ലായിരുന്നോ? പിന്നെ അതുപോലെ ഇന്നലെയാണ് മിന്നുക്കുട്ടി ആദ്യമായിട്ട് എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? മമ്മ നല്ലൊരു ഡ്രൈവറാണോ? മിന്നുവിൻ്റെ വിചാരം പപ്പക്ക് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പം മമ്മൻ്റെ കൂടെ ഇന്നലെ ഞാൻ ആദ്യമായിട്ട് മിന്നുമോളെ, ഞാൻ സാധാരണ ഡബിൾ എടുക്കാറില്ല, പക്ഷെ മിന്നുമോളെ ആദ്യമായിട്ട് ഞാൻ മുന്നിലിരുത്തി സ്കൂൾ വരെ കൊണ്ടുപോയി. അപ്പം മിന്നുമോൾക്ക് എന്ത് ഫീൽ ചെയ്തേ? അവൾക്ക് നല്ല സന്തോഷമായിട്ട് ശരിക്കും. അപ്പം പിന്നെ അത് എനിക്കും ഒരു കോൺഫിഡൻസ് ആയി, പിന്നെ ഇങ്ങനെ വെച്ച് പോവാന്നുള്ള. ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ട് കണ്ടിട്ട് വരാം കേട്ടോ. മിന്നുമോളുടെ കോൺവെക്കേഷൻ പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മളിപ്പം 5:30 തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് 6:30 കേട്ടോ തുടങ്ങി. എന്നിട്ട് എൻഡ് ചെയ്യാനൊരു 9:30 ആയി. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് പ്രോഗ്രാംസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഏകദേശമൊക്കെ കണ്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു പരിപാടിയാണ് സ്കൂൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും പാരൻസിനും നല്ല സാറ്റിസ്ഫൈഡ് ആയിപ്പോയി. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ്സൊക്കെ രാത്രിയായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സും അതുപോലെ തന്നെ പ്രിൻസിപ്പളൊക്കെ നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കൊളാബ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മക്കളുടെ സ്കൂളിലെ ചെറിയ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്ത് ടീച്ചേഴ്സ് തന്നെ ക്യാപ്ചർ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, ഒരു ഫോട്ടോ കൊളാബ് പോലെ ഓരോരോ ഫേവറേറ്റ് മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, പ്രോഗ്രാംസ് ഒക്കെ വാച്ച് ചെയ്ത് നോക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല എൻജോയബിളാണ്. ആൻഡ് പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പം കിടിലനായിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും ഈ സ്കൂൾ മാനേജ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, നന്ദി പറയുകയാണ്. മക്കളെ പരിപാടി ഇത്ര അടിപൊളിയാക്കിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഗ്രാംസൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
Convocation Day. I know you all the meaning of convocation. You may remembering the day, you may remembering the first day you came with them to this school. Just to compare their development with that period with today's situation, we can give the surety that they developed their dynamic and diverse skills. Isra Aina MP, daughter of Mr. Muhammad Nawaz MP and Mrs. Sajna CH. Son of Mr. Hamim and Mrs. Safwana. Son alla daughter. Next comes Abish Muhammad. The music comes on.